അറിയാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജുലാനയുടെ ഗോദയിൽ വിജയം രുചിച്ച് വിനേഷ് ഫോഗട്ട്. ബിജെപിയുടെ യോഗേഷ് ബർഗയായിരുന്നു മുഖ്യ എതിരാളി. ജുലാനയിലെ നിലവിലെ എംഎൽഎയും ജനനായക് ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയുമായ അമർജീത് ദണ്ഡ, ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയും ഗുസ്തി താരവുമായ കവിത ദലാൽ എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി ഇന്ത്യ സഖ്യം. നാഷണൽ കോൺഫറൻസ് മുന്നണിയാണ് ജമ്മു താഴ്വരയിൽ വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. ബിജെപിക്ക് കനത്ത തിരിച്ചടി നൽകിയാണ് ഇന്ത്യ മുന്നണിയുടെ തേരോട്ടം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് ജമ്മു കാശ്മീരിൽ അലയടിച്ചതെന്ന് ഇന്ത്യൻ മുന്നണി. ഹരിയാനയിൽ കോൺഗ്രസിനെ മലർത്തിയടിച്ച് ബിജെപി മൂന്നാമതും അധികാരത്തിലേക്ക്. എക്സിറ്റ് പോളുകൾ കാറ്റിൽ പറത്തിയാണ് താമര വിജയം. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ മുന്നേറിയ കോൺഗ്രസ് പിന്നീട് തകർന്ന് തരിപ്പണമാകുകയായിരുന്നു. ആം ആദ്മി ചലനം ഉണ്ടാക്കിയില്ലെന്ന് മാത്രവുമല്ല, കോൺഗ്രസിന് ദോഷമാകുകയും ചെയ്തു. തിരുവമ്പാടിയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 40 പേരാണ് അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നതെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ പരിക്കേറ്റവർ മുക്കത്തെ വിവിധ ആശുപത്രികളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. നിയമസഭാ മാർച്ചിൽ സംഘർഷം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും പോലീസിന്റെ ക്രിമിനൽ വൽക്കരണവും അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, PK ഫിറോസ് തുടങ്ങിയവരാണ് മാർച്ചിന് നേതൃത്വം നൽകിയത്. ആർജിക്കർ ആശുപത്രി വളപ്പിൽ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച ജൂനിയർ സഹപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആർജിക്കർ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിലെ 45ലധികം മുതിർന്ന ഡോക്ടർമാരും ഫാക്കൽറ്റി അംഗങ്ങളും രാജിവെച്ചു. തങ്ങളുടെ ജൂനിയർ സഹപ്രവർത്തകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെന്നും ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും രാജിക്കത്ത് സമർപ്പിക്കുന്നതിനിടെ മുതിർന്ന ഡോക്ടർമാർ അവകാശപ്പെട്ടു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.